നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് സ്ക്രിപ്റ്റിംഗ് ആണ്. ഇന്റർമിറ്റന്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഓർമ്മകളിൽ നിന്ന് നമ്മൾ പലതും എടുത്ത് എഴുതാനുള്ള ഒരു ശ്രമം. ഈ ഓർമ്മകളിൽ നിന്നും എടുക്കാനായിട്ട് നമ്മുടെ ധ്യാനാവസ്ഥയിൽ നമ്മളൊരു ചെറിയ ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ വേണ്ടുന്നത് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തിട്ട് നമ്മൾ അത് എഴുതി പിടിപ്പിക്കുന്നു. ഇതാണ് ഇന്റർമിറ്റന്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഓർമ്മകളിൽ നിന്നും എടുത്ത് എഴുതുക എന്നുള്ള പ്രോസസ്സ് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുക. എടുക്കുക, എഴുതുക, എടുക്കുക, എഴുതുക. അതിനുശേഷം ആ ഓർമ്മകളിൽ നിന്ന് എടുക്കുന്നതിന്റെ സൈസ് അങ്ങ് കൂട്ടാം, ഡെപ്ത് കൂട്ടാം. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. കണ്ണുകൾ നിളയ്ക്കാം, എന്നിട്ട് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇന്നലെ ഇവിടെ വന്നു കയറിയതിനു ശേഷം വൈകുന്നേരം വരെയുള്ള കിടന്ന് ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളെ ഒന്ന് മനസ്സിലൂടെ കൊണ്ടുപോകും. അതിൽ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന, ഇന്നലത്തെ കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഈവന്റ് എന്താണ് എന്ന് ആലോചിക്കുക. ഇവിടെ വന്നു കയറിയപ്പോൾ ഏറ്റവും അധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, നിങ്ങളെ ബാധിച്ചിട്ടുള്ള, ഓക്കെ, ആ ഈവന്റ് കിട്ടിയ ഉടനെ കണ്ണു തുറക്കാം. ഇനി അത് ആ പേപ്പറിൽ അത് മനസ്സിലാകാൻ പാകത്തിൽ മനസ്സിലാകുന്ന ഒരു വാചകം, ഒരു ഫുൾ സെന്റൻസ് വേണ്ട, ഒരു വാക്യം മതി. ഒരു ഫുൾ സെന്റൻസ് കാര്യകാരണ സഹിതം വിശദീകരിക്കുന്ന ഒരു ഫുൾ സെന്റൻസ് വേണ്ട. അത് മനസ്സിലാകാൻ പാകത്തിലുള്ള ഒരു വാക്യം, വാക്കുമല്ല, വാക്യം, ഒരു ഫ്രേസ്, അത് എഴുതുക. അതെന്തോ ആയിക്കോട്ടെ, സബ്ജക്റ്റോ എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ കൊതുകിന്റെ കടിയായിരിക്കാം. പക്ഷെ ഇവിടെ വന്ന് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്ന സംഭവം, ഓർമ്മയിൽ പതിഞ്ഞിട്ടുള്ള, സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിട്ടുള്ള, മെമ്മറിയിൽ റെക്കോർഡഡ് ആയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും കണ്ണടയ്ക്കുക. അതിനുശേഷം വരുന്ന അടുത്ത ഈവന്റ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുക. അത് കിട്ടിയ ഉടനെ തന്നെ, ആ ഈവന്റ് കിട്ടിയാൽ അതിന്റെ ആ ടേസ്റ്റ്, അതിന്റെ ഫീൽ കിട്ടിയ ഉടനെ തന്നെ വീണ്ടും കണ്ണു തുറക്കുക. അത് കിട്ടിയാന്ന് കണ്ണു തുറക്കുക, ആ ഫ്രൈസ് എഴുതുക. അതായത് ഇവിടെ വന്ന് കയറിയ സമയത്ത്, സന്തോഷം, ഇവിടെ വന്ന് കയറിയ സമയത്ത് ആദ്യം കണ്ണടച്ചിരിക്കുക, ഈ മ്യൂസിക്കിനനുസരിച്ച് പോവുക, ശാന്തമാക്കി വെക്കുക. എന്നിട്ട് ഇന്നലെ ഇവിടെ വന്ന് കയറി, ഇന്നലെ അല്ലെ ഞാൻ ഇവിടെ വന്ന് കയറിയ സമയത്ത് ആദ്യമായി സ്ട്രൈക്ക് ചെയ്ത കാര്യം, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്തെന്ന് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ഫീൽ ചെയ്യുക. ഓർത്തെടുക്കണ്ട, ചിന്തിക്കണ്ട, ഫീൽ ചെയ്യുക. ഫീൽ ചെയ്തിട്ട് ആ ഫീൽ ചെയ്ത് ഇന്നത് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അതിന്റെ ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കണ്ണു തുറക്കുക, പേപ്പറിൽ എഴുതുക. എഴുതുക എന്ന് പറയുമ്പോൾ വിശദീകരിച്ച് എഴുതരുത്, ഒറ്റ വാക്കിൽ എഴുതരുത്, രണ്ടിന്റെ ഇടയിൽ ഒറ്റ വാക്കിൽ കൂടുതലായിരിക്കണം, വിശദീകരണം വേണ്ടതാണ്. കാര്യം ബോധ്യപ്പെടാൻ പാകത്തിൽ എഴുതുക. ചെയ്തു. ഈ പ്രോസസ്സിന്റെ പേര് ഇന്റർമിറ്റന്റ് സ്ക്രിപ്റ്റിംഗ് എന്നാണ്. ഇന്റർമിറ്റന്റ് സ്ക്രിപ്റ്റിംഗ്. അങ്ങനെ ഒരു 10 കാര്യം നോട്ട് ചെയ്യും. സെന്റൻസ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് സാധനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് കാര്യം ഇവിടെ നമ്മൾ നിരീക്ഷിക്കുന്നത്. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും കിടക്കുന്ന സാധനങ്ങളെ നമ്മളിങ്ങനെ തോണ്ടിയെടുക്കണം.
ആ എടുക്കണ പരിപാടി അതാണ് നമ്മളിപ്പോ ചെയ്ത് പഠിക്കുന്നത്. ഇതൊന്നുമല്ല വിഷയം, ഇതൊന്നും അല്ല കേട്ടോ, ഇത് പ്രാക്ടീസാണ്. നമ്മൾ പോകുന്ന വേറൊരു ഇടത്തേക്കാണ്. ഇത് എഴുതുന്നത് ലിസ്റ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതായത് ഒന്നിന് ശേഷം ഒന്ന് അങ്ങനെയാണ് എഴുതുന്നത്. അത് തുടർച്ചയായിട്ട് കോമയിട്ട് അങ്ങനെയാണ് എഴുതുന്നത്. പകരം ലിസ്റ്റ് ചെയ്ത് എഴുതുക. ബുള്ളറ്റ് ഇട്ട് എഴുതില്ലേ, 1 2 3 എന്നുണ്ട്. അതിന് പകരം ഒരു സ്റ്റാർ ഇട്ടിട്ട് ഇങ്ങനെ ഉപന്യാസ മത്സരത്തിന് സ്കൂളിലെ ഉപന്യാസ രചന ഉണ്ടാവുമല്ലോ പരീക്ഷയ്ക്ക്. അതില് നമ്മൾ ചില വാക്കുകൾ ഇങ്ങനെ എഴുതിയിട്ട് ഇടയ്ക്ക് ഡാഷ് ഇട്ട് എഴുതിയിട്ട് ഒരു കഥ ഉണ്ടാക്കുക എന്ന് പറയും. ആ കഥ എഴുതുന്നതിന്റെ ഫുൾ രൂപത്തിലാകുന്നതിന് മുമ്പ് ഒരു സാധനം ഉണ്ടാക്കിയാൽ ഇതിങ്ങനെ ഇരിക്കും. അതൊരു സീക്വൻസിലാണ് ഈ സാധനം പോകുന്നത്. ഇതൊരു കഥ എഴുതുന്ന മാതൃകയാണ്. നമ്മുടെ ആവശ്യം അതല്ല. നമ്മളെ ഇവിടെ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളിൽ നമ്മളെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള, നമ്മുടെ ഉപബോധത്തിൽ പോറി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ സാധനത്തെ നമ്മൾ പിക്ക് ചെയ്യാതെ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ മാർക്കായിട്ടുള്ള കാര്യങ്ങളെ പിക്ക് ചെയ്യുക, പെറുക്കിയെടുത്തിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഷോക്കേസിൽ ലിസ്റ്റ് ചെയ്യുന്നു. ഇതിന്റെ മുകളിലാണ് നമ്മൾ ഇനി പണിയാൻ പോകുന്നത്. ആ ലിസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളെ അതായത് ഇന്റർമിറ്റന്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മെഡിറ്റേറ്റീവ് മൂഡിൽ ഇരുന്നു കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്യുന്നു. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബ്രിഡ്ജ് ചെയ്തിട്ട് മെമ്മറിയിൽ അവിടെ പോറി നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പൊങ്ങി നിൽക്കുന്ന സാധനത്തെ ആദ്യം എടുത്ത് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് കഴിഞ്ഞു ഇനി അടുത്തടുത്ത് ലിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയി എടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല പൊതുവില്. നമുക്ക് ഇതിങ്ങനെ ഒരു ചിന്ത ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഫീൽ ഉണ്ടായ ആ ഫീലിനെ കൊണ്ട് നടക്കുക എന്നുള്ള നമ്മുടെ രീതി. നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് എനിക്ക് ആക്സസ് ചെയ്യാൻ പാകത്തില് നമ്മൾ എടുക്കുന്നുള്ള. ഇപ്പൊ നമ്മൾ വീട്ടിൽ സ്റ്റവ് റിപ്പയർ ചെയ്യാൻ ഒരാൾ വന്നു എന്നിരിക്കട്ടെ, അയാള് സ്റ്റവ് നമ്മൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ഫ്രണ്ടിലെ ഹാളിലങ്ങ് ഇരുന്നിട്ട് അയാളുടെ ബാഗ് എടുത്ത് മുമ്പിൽ വെച്ചിട്ട് അതിൽ നിന്ന് സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ എടുത്ത് മുമ്പിൽ ഇങ്ങനെ വെക്കും. ഓരോ സാധനങ്ങളെ മുമ്പിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് അയാൾ ഈ സാധനം എടുത്തിട്ട് തുണിയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ അയാൾ നിവർന്നിരുന്നിട്ട് പിന്നെ ടൂൾ എടുത്ത് പണി തുടങ്ങും. അപ്പൊ ഈ ബാഗിൽ നിന്നും ഈ സാധനം എടുത്ത് വെക്കുന്നത് വെച്ചാല് അയാൾക്ക് അടുത്ത പണി ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്, ആക്സസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് എങ്ങനെ എടുക്കുക അയാൾ. അപ്പൊ അതുപോലെ തന്നെ ഇത് തിരിച്ചു വയ്ക്കുമ്പോൾ, പണി കഴിഞ്ഞ് തിരിച്ചു പോണ സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇയാൾ അതിനൊരു ക്രമം ഉണ്ടാവും. ആ ക്രമത്തിൽ ഈ സാധനങ്ങൾ അടുക്കി ബാഗിൽ വെക്കും, അടുത്ത സ്ഥലത്ത് പോയി ഇത് എടുത്ത് വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. പലപ്പോഴും നമ്മള് ഈ മറ്റേ മാനേജ്മെന്റ് അറിയുന്ന ആളുകൾ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. അല്ലാത്തവരെ സമയത്തോളം വന്നിരുന്ന് പണി നോക്കുന്നവരെ ഇയാൾ ഈ സാധനം നിരത്താനാണ് ഇരിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ അയാളുടെ പണി വൃത്തിയായി കാര്യം കൃത്യമായിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ നമുക്കിവിടെ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ എടുത്ത് കളിക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനെ കൈകാര്യം ചെയ്യലാണ്. അതിന് നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കണ്ണടച്ചു കഴിഞ്ഞാൽ അവിടേക്ക് കയറി ആ സാധനത്തിനകത്ത് കയറി വർക്ക് ചെയ്ത് തിരിച്ചു വെക്കാൻ പാകത്തിലുള്ള ഒരു കഴിവുണ്ടാകും. ആ കഴിവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനങ്ങൾ എടുത്ത് മുമ്പിൽ ഇങ്ങനെ നിരത്തി വെക്കുക. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഇനി പണിയണം. അപ്പൊ അതിനാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒന്ന് ലിസ്റ്റ് ചെയ്യണം. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ അഫക്ട് ചെയ്ത കാര്യം എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് അത് ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം നോക്കുന്നത് അതിന്റെ തൊട്ടടുത്തത് അങ്ങനെ വേണം എടുക്കാൻ. ഇതിനൊരു കാലഗണന കൊടുക്കേണ്ട കാര്യമില്ല. കാലാനുബന്ധിതമായിട്ടല്ല നമ്മൾ ഇത് കാണേണ്ടത്. മറ്റു ചിലയിടങ്ങളിൽ കാലാനുബന്ധിതമായിട്ട് കാണുക തന്നെ വേണം. പക്ഷെ ഇവിടെ അതല്ല, കാലത്തിനെ കണക്കാക്കണം. നമുക്കൊരു ടൈം ഫ്രെയിം പറഞ്ഞു, ഇന്നലെ വന്നു കയറിയപ്പോൾ മുതൽ ഇന്നലെ രാത്രി ഉറങ്ങുന്നത് വരെ. അങ്ങനെ പറയാൻ കാര്യം കയറിയോ? ഇതുവരെ എന്താ പറയാത്തത്? ചേർക്കേണ്ടി വരും. കാരണം വെച്ചാൽ നമുക്ക് ഇതുവരെയുള്ള ഓർമ്മകളുടെ അനുഭവം മുഴുവൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ എടുക്കും. അതേസമയം നമ്മൾ ഒരു സ്ലൈസ് ഓഫ് ടൈമാണ് കൊടുക്കുന്നത്. ഇന്നലെ വൈകുന്നേരം വരെ വേണമെങ്കിൽ പറയാം, ഇന്നലെ 6 മണി വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 6 മണിക്ക് ഇപ്പുറത്തേക്ക് പോകുന്ന ഒരു സാധനത്തെ നമ്മൾ എടുക്കില്ല. നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും ആ ഒരു സ്പെസിഫിക് ടൈമിലേക്ക്. അങ്ങനെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു കാര്യത്തെ എടുക്കുന്ന സമയത്ത് അതുമായി റിലേറ്റ് ചെയ്യാവുന്ന 2-3 ഘടകങ്ങൾ കൂടെ ചേർത്ത് കൊണ്ടെടുക്കുക. എങ്കിൽ നമുക്ക് സ്പെസിഫിക് ആകാൻ പറ്റും. ഒരു കണ്ണടച്ചിട്ട് ഈ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിക്കാവോ? ഇങ്ങനെ പിടിക്കാവോ? പിടിച്ചില്ലേ? ഇനി ഒരു കണ്ണടയ്ക്കാം.
എന്റെ മറ്റേ വിരൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പൊക്കാവോ, ഇങ്ങനെ വലതുവശത്ത് ഇങ്ങനെ ഒന്ന് പൊക്കാവോ. എന്നിട്ട് ആ ഒരു വിരൽ അടച്ചുകൊണ്ട് ഇതിലേക്ക് ഒന്ന് തൊടാവോ, ആ വിരലിലേക്ക്, മറ്റേ വിരലിലേക്ക് തൊടാവോ. ബുദ്ധിമുട്ടല്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? ഒരു കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മൾ ആ ഓബ്ജക്റ്റിനെ മനസ്സിലാക്കുന്നു, രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് അതിന്റെ പൊസിഷൻ വരെ മനസ്സിലാവുന്നു. നിങ്ങൾ ഒരു സ്പീക്കറിൽ നിന്നും പാട്ട് കേൾക്കുന്ന സമയത്ത് പാട്ട് കേൾക്കും, രണ്ട് സ്പീക്കർ എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റീരിയോഫോണിക് ആയിട്ട് കേൾക്കും, എവിടെ എന്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ പോയിന്റുകൾ, മൾട്ടിപ്പിൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ പോയിന്റ്സ് വഴി നമ്മളൊരു സാധനത്തെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, മൾട്ടിപ്പിൾ ഇൻഡെക്സിങ്ങിലൂടെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കാലം അല്ലെങ്കിൽ നമ്മൾ ഒന്നിലധികം ഡയമെൻഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. രണ്ടിലധികം ഡയമെൻഷൻ, ഒന്നിലധികം റെഫറൽ പോയിന്റുകൾ വഴി നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കുന്ന സമയത്ത് രണ്ടിലധികം ഡയമെൻഷനുകളിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇസ് ദാറ്റ് ക്ലിയർ? കപ്പലിലെ ബെയറിംഗ് എടുക്കുന്നത് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ബീക്കണുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെ? രണ്ട് സ്ഥലങ്ങൾ, അതറിയാമല്ലോ അല്ലെ? രണ്ട് സ്ഥലങ്ങളിൽ വരുന്ന മറ്റേ വേവുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബീക്കൺ എന്നല്ല പറയാ, രണ്ട് ബീക്കണുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിന്റെ പൊസിഷൻ മനസ്സിലാക്കുക. കപ്പൽ എവിടെ നിൽക്കുന്നു, നമ്മുടെ GPS എന്നുള്ള സാധനം, GPS എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്നും വരുന്നതിനെ ഒരു ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. ഒന്നിലധികം ടവറിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസികളെ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു മെഷീൻ ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അതിന്റെ പൊസിഷൻ കാണാൻ പറ്റുന്നത്. ഇന്നലെ സംഭവിച്ച, രാവിലെ വന്നു കയറിയപ്പോൾ മുതൽ രാത്രി വരെ സംഭവിച്ച കാര്യങ്ങളെ നമ്മൾ അളക്കുന്ന സമയത്ത് അതിനെ വ്യത്യസ്ത 2-3 ഘടകങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇവന്റ് എന്ത്? സ്ട്രൈക്കിംഗ് ഇവന്റ് എങ്ങനെയാണ് സ്ട്രൈക്കിംഗ് ഇവന്റ് കണക്കൊക്കെ? ഫിസിക്കലി എന്ത് സ്ട്രൈക്ക് ചെയ്യുന്നത്, മെന്റലി എന്ത് സ്ട്രൈക്ക് ചെയ്യുന്നത്, പ്രാക്ടിക്കലി എന്ത് സ്ട്രൈക്ക് ചെയ്തു, ഇങ്ങനെ 2-3 ഡയമെൻഷനിൽ നിങ്ങൾ ആ കാര്യത്തെ എടുത്തു നോക്കൂ. ഫിസിക്കലി എന്ത് സ്ട്രൈക്ക് ചെയ്തു, മെന്റലി എന്ത് സ്ട്രൈക്ക് ചെയ്തു, പ്രാക്ടിക്കലി എന്ത് സ്ട്രൈക്ക് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒന്ന് എടുത്തു നോക്കൂ. ആ സമയത്താവുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഈ വാചകങ്ങൾ നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ വന്നു കയറിയത് എല്ലാവരും ചേർന്ന് ഹൃദ്യമായി കൈതന്നു മുറ്റത്ത് വെച്ച്. വന്നു കയറിയതും മുറ്റത്ത് വെച്ച് ഏവരും ചേർന്ന് ഹൃദ്യമായി കൈതന്ന് സ്വീകരിച്ചു. മുറ്റത്ത് വെച്ച് അല്ല, എഴുതണ്ട, പറയുന്നത് മുറ്റത്ത് വെച്ച് കയറി വന്നതും എല്ലാവരും ചേർന്ന് കൈതന്നു ഹൃദ്യമായി. എത്ര പോയിന്റുകളായി? അപ്പൊ ഒരു വാക്കല്ല എന്ന് ഞാൻ പറയാൻ കാര്യം, ഒരു വാക്കല്ല വേണ്ടതെന്ന് ഞാൻ ആദ്യം പറയാൻ കാര്യം അതാണ്. എന്ന് വെച്ചാൽ ഒരു ലോങ് സ്റ്റോറി വേണ്ടെന്ന് പറയാൻ. അപ്പൊ അമ്മ എഴുതിയത് ലോങ് സ്റ്റോറിയാണ്, മനസ്സിലായില്ലേ? ലോങ് സ്റ്റോറിയാണ്. ഏട്ടൻ എഴുതിയ ഒറ്റ വാക്കാണ്. ഇത് രണ്ടിന്റെ ഇടയിലുള്ളതാണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ഈ കാര്യത്തിന്റെ സെൻസ് കിട്ടണം, ക്വാണ്ടിറ്റി കിട്ടണം, ഫീല് കിട്ടണം, ഇമോഷൻ കിട്ടണം. ആ സാധനത്തിന് ഇത്രയും സാധനങ്ങൾ കിട്ടണം. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? നാളെയല്ല, അടുത്ത ആഴ്ച നോക്കുന്ന സമയത്ത് ഏട്ടൻ ഇതുപോലെ ഒരു 4 പ്രാവശ്യത്തെ കാര്യങ്ങൾ എഴുതി. 4 പ്രാവശ്യത്തെ കാര്യങ്ങൾ എഴുതി, 4 തവണയായിട്ട്. ഫുഡ് എന്ന് എഴുതി. എന്തു മനസ്സിലാവും? എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? ഏട്ടന്റെ ഫീലാണ് എഴുതിയത്. പിറ്റേ ദിവസം ഫീൽ ഫുഡ് തന്നെയാണ്, അടുത്ത ദിവസം ഫീൽ ഫുഡ് തന്നെയാണ്. എന്ത് ഫുഡ്, ഏത് ഫുഡ്, സ്പെസിഫിക്കേഷനും ഇല്ല. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയില്ല. ഗോൾ സെറ്റിംഗ്, സ്മാർട്ട് ഗോൾ അറിയില്ലേ? സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം ഇത്. നമ്മൾ ഈ കാര്യത്തെ ഐഡന്റിഫൈ ചെയ്യുന്നത് സ്മാർട്ട് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. അത് തന്നെ ഇതിൽ നോക്കിയാൽ മതി. നിങ്ങൾ എഴുതുന്ന കാര്യത്തിൽ സ്മാർട്ട് ആയിരിക്കണം. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യം സ്മാർട്ട് ആയിരിക്കണം. മൾട്ടിപ്പിൾ പോയിന്റ്സ് ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ മതി. മൾട്ടിപ്പിൾ എലമെന്റുകൾ അതിനകത്ത് ഉണ്ടാവണം, ഒറ്റ വാക്കിലാകരുത്. അതായത് നമ്മളിപ്പോ, ഞാൻ അതിന്റെ സയൻസ് കൃത്യമായിട്ട് പറയാം.
അതായത് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഇമോഷണൽ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള ഈ ഗ്രഡ്ജസോ അല്ലെങ്കിൽ എന്താ പറയുക, ഇമോഷണൽ ഈ ബാഗേജിനെ ക്ലിയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോ എനിക്ക് ഒരു വെറുപ്പുണ്ടായി, അത് ഒഴിവാക്കുന്നു, വെറുപ്പ് ഒഴിവായി. എന്നിട്ട് നോക്കുമ്പോ വീണ്ടും വെറുപ്പ് കാണും. കാരണം ഈ വെറുപ്പല്ല ആ വെറുപ്പ്. വെറുപ്പുണ്ടായി, എനിക്ക് ഉണ്ടായ വെറുപ്പ് അല്ല. അപ്പോ എനിക്ക് അമ്മയോട് വെറുപ്പുണ്ടായി, അപ്പൊ നമ്മൾ അത് ക്ലിയർ ചെയ്തു. അമ്മയോട് വെറുപ്പ് ക്ലിയർ ചെയ്തു. വീണ്ടും ദയ കിടക്കണം അമ്മയോട് വെറുപ്പ് വരില്ലേ? സ്പെസിഫിക് ആകാതിരിക്കുമ്പോ വരുന്ന സംഭവമാണ്. നമ്മൾ ഈ ഒരു സാധനത്തെ എടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു ഈവന്റിനെയാണ് നമ്മൾ അപ്പൊ ഫോക്കസ് ചെയ്യുക. അതല്ല, നമുക്ക് സ്പെസിഫിക് ആവുന്ന സമയത്ത് ഇത് എന്നുള്ള അതിലൂടെ നമ്മൾ ഇങ്ങനെ കഴുകി കളയണം. കളഞ്ഞ് ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല. അത് ഒരു ദിവസം കൊണ്ട് പോകുന്ന കാര്യമേ അല്ല. നമ്മുടെ ഉള്ളിലേക്ക് കയറിയത് ഈ 10, 40, 50 വർഷങ്ങൾ കൊണ്ട് കയറിയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഈ കളയാൻ തീരുമാനിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് പോവില്ല. ഈ ഇമോഷനെ മുഴുവൻ പറിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഈ എന്തുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഉണ്ടായ ഫീലിങ്ങൾ ഒക്കെ ഒന്ന് എഴുതിക്കും എന്ന് പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയാം? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ എഴുതി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരു വലിയ പാഠം കൊണ്ടുവരും. കാരണം ഇത് പോവില്ല, ആദ്യത്തെ സാധനം പോവില്ല. പോകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും എടുക്കാൻ നമ്മൾ പഠിക്കണം. അവിടെയാണ് ഇന്റർമീഡിയറ്റ് സ്ക്രിപ്റ്റിംഗിന്റെ പ്രാധാന്യം. നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു. നമ്മളെ ഏറ്റവും അകത്തുനിന്ന് ഇങ്ങനെ തോണ്ടി എടുത്ത് വെളിയിലേക്ക് ഇട്ട് അത് സ്പെസിഫൈ ചെയ്ത് നിരത്തി വെച്ച് പിന്നെ ആ സാധനത്തിനെ അങ്ങനെ തള്ളിക്കളയണം. 10 ദിവസം കൊണ്ട് എഴുതി കൂട്ടി അവസാനം കത്തിച്ച് കളയാനുള്ള സാധനമാണ്. പക്ഷെ ഈ സാധനം തോണ്ടി എടുക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ 10 ദിവസം കൊണ്ടൊന്നും തീരൂല. ഇതിങ്ങനെ നമ്മുടെ പുറകെ യാത്ര ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡ് മനസ്സിലായോ? അത് സ്പെസിഫിക് ആവണം. കഥ വെച്ച് കണക്ട് ചെയ്യണം. പേന ആ തിട്ടിൽ സൂര്യപ്രകാശത്തിൽ ഞാൻ അവിടെ വെച്ചിരുന്നു ഉണങ്ങാൻ എന്ന രീതിയിൽ ഒരു കഥയായിട്ട് അത് കണക്ട് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മൾ ഒരു ലൈഫ് ഈവന്റിനെ എടുക്കുന്ന സമയത്ത് ആ ഈവന്റിനെ അവിടെ നിന്ന് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അതിന്റെ ഒരു സീനിനെ ആയിരിക്കണം. ഈ പുല്ല് നമ്മൾ വെക്കാനായിട്ട് പാടത്തുനിന്ന് പുല്ല് കൊണ്ടുവരില്ലേ? ഒരു പുല്ല് പറിച്ചിട്ടല്ല കൊണ്ടുവരുന്നത്, അത് ഇരിക്കണ ഒരു ബെഡ് മൊത്തത്തിൽ അങ്ങ് വെട്ടിയെടുക്കും. ആ ഒരു എൻവയോൺമെന്റിലാണ് അത് വളരുക. ഈ എൻവയോൺമെന്റ് മൊത്തത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്, ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് ഒരു കാര്യമല്ല, 3-4 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഈ മ്യൂസിക് കേട്ടില്ലേ? മെഡിറ്റേഷൻ മ്യൂസിക്കാണ്. നമ്മളൊരു മെഡിറ്റേറ്റിംഗ് എൻവയോൺമെന്റിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഭയങ്കര ലോജിക്കൽ ചർച്ചയാണ്. അതിന്റെ ഭൗതികമായ ബോധപരമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ എൻവയോൺമെന്റ് മെഡിറ്റേഷന്റെ ആണ്. ഒരു പശ്ചാത്തലം എൻവയോൺമെന്റ് എന്നുള്ളത് ഇവിടെ ഉണ്ട്. 2, നമ്മളിപ്പോ ഇതൊരു സെഷനാണ്, ചർച്ചകളിലാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് എഴുതുകയാണ് ചെയ്യുന്നത് അല്ലെ? എഴുതുന്നത് എവിടെ നിന്നാണ് സംഭവം എടുക്കുന്നത്? സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അവിടേക്ക് പോവുകയാണ്. അപ്പൊ മെഡിറ്റേറ്റീവ് മോഡിൽ നിന്നുകൊണ്ട് ഇതിലേക്ക് പോവുക. ഈ ചർച്ചയുടെ എൻവയോൺമെന്റിൽ നിന്നും നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആഴങ്ങളിലേക്ക് പോവുക വെച്ചാൽ പോയി അവിടെ ചെന്നു, അവിടുന്ന് സാധനം തപ്പിയെടുത്തു, തിരിച്ച് വെളിയിലേക്ക് വന്നു, ചർച്ചയുടെ ലോകത്തേക്ക് വന്നു. ചർച്ചയുടെ അല്ലെങ്കിൽ നമ്മൾ എഴുത്തിന്റെ ലോകത്തേക്ക് വന്നു. പേന, പേപ്പർ ഉപകരണങ്ങളാണ്. പേന, പേപ്പർ എന്നുള്ളത് ഉപകരണങ്ങളാണ്, മെറ്റീരിയൽസ്. മറ്റേ നമ്മൾ കൊണ്ടുവരുന്നത് ഇമോഷനെയാണ്, വികാരത്തെയാണ് കൊണ്ടുവരുന്നത്. വികാരത്തെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുള്ള ലോജിക്ക് ഇപ്പൊ പഠിച്ചു. ഒരു പുല്ലിന്റെ കെട്ട് കൊണ്ടുവരുന്നത് പോലെ ആ എൻവയോൺമെന്റിനെ മൊത്തം കൊണ്ടുവന്നു. പേന, പേപ്പർ ഉപകരണങ്ങൾ അതെടുത്തിട്ട് ഈ സാധനത്തെ എഴുതുന്നത് എങ്ങനെയാ എഴുതേണ്ടത്? അതിന്റെ പശ്ചാത്തലത്തോടു കൂടി എഴുതണം. റീഡബിൾ ആയിരിക്കണം. ആർക്ക്? നിങ്ങളെ ഓഡിറ്റ് ചെയ്യുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങളെ മാനേജ് ചെയ്യുന്ന, നിങ്ങളെ ഓഡിറ്റ് ചെയ്യുന്ന നിങ്ങളുണ്ടല്ലോ, ഇയാൾക്ക് അടുത്ത വർഷം ഈ സാധനം കാണുമ്പോൾ വായിച്ച മനസ്സിലാവണം. അതാണ് കാര്യം. അടുത്ത വർഷം ഇത് കാണുമ്പോൾ വായിച്ചാൽ മനസ്സിലാവണം. നിങ്ങൾ 10 ദിവസം കഴിഞ്ഞ് കത്തിച്ച് കളയാൻ പോണ സാധനമാണ്. അത് വിഷയമല്ല.
അപ്പോൾ നമ്മുടെ സംഘത്തിന്റെ നാടക വിദ്യാലയത്തിൽ നാടകം പഠിപ്പിക്കുന്ന സമയത്ത് 20 മിനിറ്റിന്റെ സ്റ്റേജ് നാടകങ്ങൾ നമ്മൾ മിക്കവാറും 20 മിനിറ്റ് മുതൽ അരമണിക്കൂറിന്റെ സ്റ്റേജ് നാടകങ്ങൾ നമ്മൾ ചെയ്യാം. പക്ഷെ അതിൽ അഭിനയിക്കാൻ വരുന്ന ആൾക്ക് കഥ തുടങ്ങുന്നതിന്റെ 2 കൊല്ലം മുമ്പ് മുതൽ കഥ തുടങ്ങി കഴിഞ്ഞിട്ട് കഥ കഴിഞ്ഞിട്ടുള്ള 2 കൊല്ലത്തിന് ശേഷം വരെയുള്ള മൊത്തം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും അവർക്ക്. ഇതിന്റെ ഇടയിൽ ഈ ഭാഗത്ത് ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ. ആ സംഭവത്തിന്റെ അകത്തുകൂടെ അവർ കടന്നു, ഈസി ആയിട്ട് കടന്നു. സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല, ഈ കഥ അവർക്ക് അറിയാം. അതുകൊണ്ട് ഈ ഭാഗം വളരെ കൃത്യമായിട്ട് കടന്നു. നിങ്ങൾ ഇപ്പോ തോണ്ടി എടുത്തിട്ട് എഴുതുന്ന കാര്യം 2 കൊല്ലത്തിന് ശേഷം വായിച്ചാൽ മനസ്സിലാകുന്ന അത്രയും ക്ലാരിറ്റിയിലാണ്. അതിനാണ് 10 ദിവസം കഴിഞ്ഞാൽ കത്തിച്ച് കളയുന്നത്. ക്ലിയർ ആയിട്ട് പോവില്ലേ? നമ്മുടെ ആവശ്യം അതാണ്, അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. നമ്മള് ഒളിമ്പസിനെ പരിചയപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ എന്നെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, ഇപ്പൊ ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല, കാരണം ചേച്ചി അമ്മയുടെ ഒരു ഇതിലാണ് വന്നത്. എങ്കിലും ബാക്കി അതടക്കം ഈ പറഞ്ഞു കേട്ടത് മുതൽ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ പാകത്തിൽ നിങ്ങൾക്ക് ഉള്ളിൽ എന്തോ സംഭവിച്ചത് കൊണ്ടാണല്ലോ, ഞാൻ പറയുന്ന കാര്യത്തിന് പ്രാധാന്യം നൽകിയത് കൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത 5 കാര്യങ്ങൾ. 1, ഇന്റർമിറ്റന്റ് സ്ക്രിപ്റ്റിങ്ങിലൂടെ എഴുതാവും. അത് മെഡിറ്റേറ്റ് ചെയ്യുക, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുക എന്ന് വെച്ചാൽ കിണറ്റിന്റെ അകത്തേക്ക് നമ്മൾ ഒരു സാധനം തപ്പിപ്പോകുന്നത് പോലെ അകത്തേക്ക് ഇങ്ങനെ പോകണം. പോയി അവിടെ ചെന്നിട്ട് ആ സംഭവം എടുത്ത് എഴുതി വരണം. ഈ ഓരോ പ്രാവശ്യവും നമ്മൾ ആ മെഡിറ്റേറ്റീവ് മോഡിലേക്ക് പോയി തിരിച്ചു വരണം. അതല്ലാതെ ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതുക എന്നുള്ള പരിപാടിയെ വേണ്ട. അതെല്ലാവർക്കും പറ്റും, ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാൻ എല്ലാവർക്കും പറ്റും. നമുക്ക് അതല്ല വേണ്ടത്. അകത്തേക്ക് പോയി ഡിഗ് ചെയ്ത് അകത്തേക്ക് സിങ്ക് ചെയ്ത് അവിടെ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് വന്ന് എഴുതുന്നത്. അത് 5 പ്രാവശ്യം. അപ്പൊ ഇപ്പൊ ബിംബമായി തരുന്നത് ഞാൻ എന്നെയാണ്. നിങ്ങൾ എഴുതുമ്പോ ഇത്തിരി പ്രൈസ് ചെയ്ത് എഴുതിക്കും. വസ്തുനിഷ്ഠമായിട്ട് എഴുതുക. നിങ്ങൾ ഇവിടെ വന്നിരിക്കാൻ സ്പെസിഫിക് ആവുന്ന കാര്യങ്ങൾ, ആ സ്പെസിഫിക് ആയിട്ടുള്ളത്, അതിന്റെ എൻവയോൺമെന്റ്, ആ പച്ചപ്പുല്ല്, പുൽ ബെഡ്, അതാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അത് വരുന്നു. വാചകത്തിന് ലോങ് സ്റ്റോറിയുടെ ചുവ പാടില്ല, ഒറ്റ വാക്കാകരുത്, സ്പെസിഫിക് ആവണം. ടൈം, ഷേപ്പ്, അത് എന്തൊക്കെ നിങ്ങൾക്ക് അതിന് എലമെന്റുകൾ കൊടുക്കാൻ പറ്റും അത്ര എലമെന്റുകൾ കൊടുക്കാം. അങ്ങനെ എഴുതും. 5 കാര്യങ്ങൾ.